കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാരിൻ്റേത് കോടതിയോടുള്ള അനാദരവെന്നും കോടതി പറയുന്നു. ഒരു തവണ കൂടി തെറ്റുതിരുത്താൻ അവസരം നൽകിയതാണ്, എന്നിട്ടും പഴയ അവസ്ഥയിലാണ് സർക്കാരുള്ളത്. പ്രോസിക്യൂഷൻ അനുമതി നിരാകരിച്ചതിൽ വിമർശനവും കോടതി ഉന്നയിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്തായാലും ശക്തമായ വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണ് മറ്റ് നിരീക്ഷണങ്ങൾ ഇത് സംബന്ധിച്ച്? വിഷ്ണു, കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി കഴിഞ്ഞ 3 തവണയും സർക്കാർ നിരാകരിച്ചിരുന്നു. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി പരിഗണിച്ച സമയത്താണ് സർക്കാരിനെതിരെ വീണ്ടും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തിയിരിക്കുന്നത്. ഒരു തവണ കൂടി തെറ്റ് തിരുത്താൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് അവസരം നൽകിയിരുന്നു. പക്ഷേ പഴയ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും സർക്കാർ വന്നെത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് കോടതിയോടുള്ള സർക്കാരിന്റെ അനാദരവെന്നാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ പരാമർശം നടത്തിയിട്ടുള്ളത്. കോടതി ലക്ഷ്യം ഇക്കാര്യത്തിൽ വ്യക്തവുമാണ്. നഷ്ടം വരുത്തിയ സ്ഥാപനം കൊണ്ടുപോകേണ്ട കാര്യം സർക്കാരിനില്ല എന്നും പ്രോസിക്യൂഷന്റെ വാദം തുടർന്ന് കൊണ്ടിരിക്കവേ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എലിയെ പേടിച്ച് ഇല്ലം ചുടുകയെന്ന പോലെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ. എന്തുകൊണ്ടാണ് അറസ്റ്റിലേക്ക് കടക്കാതിരുന്നത്? വിചാരണ വേളയിൽ പരിഗണിക്കേണ്ട പല കാര്യങ്ങളുമാണ് ഈ കോടതി ലക്ഷ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ പ്രോസിക്യൂഷൻ, അതായത് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ കൃത്യം നടന്നിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോഴും പറയുന്നത് ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ കുറ്റകൃത്യമില്ല, അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് അനുമതി സിബിഐക്ക് നൽകേണ്ടതില്ല എന്നുള്ള സർക്കാരിന്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ്. കോടതിയുടെ വാക്കിന് മുകളിലല്ല സർക്കാരിന്റെ വാദമെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കോടതിക്ക് പ്രോസിക്യൂഷന്റെ അനുമതി നൽകാൻ അധികാരമില്ലാത്തത് കൊണ്ടാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം ഉണ്ട് എന്ന് വ്യക്തമാക്കി, അല്ലെങ്കിൽ അത്തരമൊരു നിരീക്ഷണം നടത്തിക്കൊണ്ട് ബന്ധപ്പെട്ട അതോറിറ്റിക്ക് അനുമതി നൽകാനായിട്ടുള്ള ആ ഒരു സാഹചര്യം ഒരുക്കുന്നത് എന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന് ഒരു നിഷേധാത്മക സമീപനമാണ്, സർക്കാർ ആരുടേതുമായി കൊള്ളട്ടെ, പക്ഷേ ഒരു നിഷേധാത്മക സമീപനമാണ് ഇപ്പോഴും കൈക്കൊള്ളുന്നതെന്നാണ് ഹൈക്കോടതിയുടെ മറ്റൊരു വിമർശനം. പ്രോസിക്യൂഷൻ അനുമതി നൽകാനായിട്ടുള്ള അധികാരം, അതായത് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ, അഴിമതി ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനായിട്ടുള്ള അധികാരം കോടതിക്ക് ലഭിക്കണം. അത്തരം നിയമ ഭേദഗതി കൊണ്ട് മാത്രമേ അഴിമതി അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഇന്ന് ഈ ഒരു ഹർജിയിലെ വാദങ്ങളൊക്കെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ കോടതി ലക്ഷ്യ ഹർജി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. INTUC സംസ്ഥാന പ്രസിഡന്റായിരുന്ന ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് CBI സംസ്ഥാന സർക്കാരിന് മുന്നിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ആ അപേക്ഷ പക്ഷേ സംസ്ഥാന സർക്കാർ 3 തവണയാണ് മടക്കിയത്. ശരി, രേഷ്മയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.